ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ രണ്ടാമത്തെ എവിഷനും നടന്നു. പുറത്തായത് കോമണർ കാറ്റഗറിയിൽ ഹൗസിനുള്ളിലേക്ക് എത്തിയ നിഷാനയാണ്. തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും കാര്യമായി ഒന്നും തന്നെ ഹൗസിൽ ചെയ്യാൻ ആദ്യത്തെ ആഴ്ച നിഷാനയ്ക്ക് സാധിച്ചില്ല. പവർ ടീമിൽ അംഗമായതിനാൽ ടീമിലെ മറ്റുള്ളവരുടെ ശബ്ദത്തിനൊപ്പം പിടിച്ചു നിൽക്കാനും നിഷാനയ്ക്കായില്ല. കഴിഞ്ഞ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ നിഷാനയ്ക്ക് പഴികേട്ടതും അതുകൊണ്ട് തന്നെയാണ്. റോക്കി അടക്കമുള്ളവർ വളരെ ക്രൂരമായ രീതിയിലാണ് നിഷാനയെ കഴിഞ്ഞ ആഴ്ച വിമർശിച്ചത്. മാത്രമല്ല, പവർ ഹൗസിൽ നിന്നും നിഷാനയെ പ്രകടനത്തിലെ പോരായ്മയുടെ പേരിൽ മറ്റംഗങ്ങൾ പുറത്താക്കി ജാസ്മിനെ പവർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഈ ആഴ്ച നിഷാന പകരം വീട്ടി. കാരണം അത്ര മനോഹരമായിട്ടാണ് ടണൽ ടീം അംഗമായ ജിൻഡോയ്ക്കും റസ്മിനും ഒപ്പം നിന്ന് നിഷാന മത്സരങ്ങളിൽ ജയിച്ചത്. ഇത്തവണ പവർ ടീമിൽ വന്ന വ്യക്തിയായിരുന്നു നിഷാനയെങ്കിലും എവിഷനിലൂടെ പുറത്തായതിനാൽ ആ പവർ ആസ്വദിക്കാൻ നിഷാനയ്ക്ക് സാധിച്ചില്ല. നോറ, നിഷാന, ഋഷി, സുരേഷ്, സിജോ, റസ്മിൻ, ജിൻഡോ എന്നിവരായിരുന്നു ഈ തവണ എവിഷന് വേണ്ടി നോമിനേഷനിലെത്തിയത്. ഇതിൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനവും പ്രേക്ഷക വോട്ടും നോക്കിയാണ് നിഷാന പുറത്തായത്. അവതാരകനായ മോഹൻലാൽ ഒരു കാർഡുമായി എത്തിയതിനു ശേഷം നോമിനേഷനിലുള്ള മത്സരാർത്ഥികളോട് പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു. തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് ഋഷി അടക്കമുള്ളവർ പറഞ്ഞു. നിഷാനയും പ്രതീക്ഷകൾ പങ്കുവച്ചുവെങ്കിലും കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക് പെർഫോമൻസിൻ്റെ പേരിൽ വലിയൊരു കോൺഫിഡൻസ് സംസാരത്തിൽ കാണിച്ചില്ല. അപ്പോഴാണ് നിഷാനയുടെ പേരെഴുതിയ കാർഡ് മോഹൻലാൽ ഉയർത്തി കാണിച്ചത്. ഒടുവിൽ വീട്ടുകാരോട് യാത്ര പറഞ്ഞു നിഷാന. നിഷാനയുടെ എവിഷനിൽ ഏറ്റവും സങ്കടപ്പെട്ടത് ജാൻമണി തന്നെയായിരുന്നു. റൂമിലേക്ക് കയറുവാനുള്ള അധികാരം കളിച്ചു നേടിയിട്ടും നിഷാനയ്ക്ക് അത് ആസ്വദിക്കാൻ സമയം ലഭിച്ചില്ലായിരുന്നു എന്നാണ് ജാൻമണിയെ സങ്കടപ്പെടുത്തിയത്. അവൾ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി പൊട്ടിക്കരഞ്ഞു. നിഷാനയ്ക്കൊപ്പം പവർ റൂമിലേക്ക് എൻട്രി കിട്ടിയ ജിൻഡോയും റസ്മിനും നിഷാനയുടെ പുറത്താകലിൽ സങ്കടത്തിലായിരുന്നു. ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ പോകാൻ പറ്റി എന്നതാണ് ഹൗസിൽ നിന്നും എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങവേ നിഷാന പറഞ്ഞത്. എന്തായാലും വരും നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.